സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണ്. അതായത് വർഗീയവാദിയിൽ നിന്ന് മനുഷ്യനിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു. മനുഷ്യനായതിൽ ഒരുപാട് സന്തോഷം, മനുഷ്യനായതിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ കണ്ടു. അപ്പോൾ ആ കമൻറ്റുകൾ കണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ സന്ദീപ് വാര്യറിൻ്റെയാണ്. നമുക്കറിയാം സന്ദീപ് വാര്യർ BJP പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇൻ്റർനാഷണൽ കോൺഗ്രസിലേക്ക് മാറി. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം BJP എന്താണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിലപാട് ഉറച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് തുറന്നു പറയുന്നുണ്ട്. ആ നിലപാട് പറയുന്നത് അദ്ദേഹം BJPയുടെ ഈ പറയുന്ന കൊള്ളരുതായ്മകൾ കൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് മാറിയതെന്ന് നമുക്ക് ഉറപ്പിക്കാം. വേറെ അതിനകത്ത് ഇപ്പം ചിന്തിക്കാനൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് മാപ്രകളൊക്കെ കിടന്ന് അലറി വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലേ, നിങ്ങൾ ചെയ്യുന്നത് മോശമല്ലേ, വ്യക്തികളല്ലല്ലോ സംഘടനകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സന്ദീപ് വാര്യർ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നരേന്ദ്രമോദിയെ മാറ്റി നിർത്തിയിട്ട് അവരോട് മത്സരിക്കാൻ പറ, വ്യക്തികളല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് ഇപ്പോൾ നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ ഒരു നിലപാടിനോടുള്ള താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതാണ്, എനിക്ക് കേരളത്തിലെ പൊതുജനങ്ങളുടെ അഭിപ്രായം മാത്രമേ ഉള്ളൂ, എനിക്ക് അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്ന് അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴും അതിനും വ്യക്തമായിട്ടുള്ള മറുപടി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചുവരവിനെ ഒരുപാട് സന്തോഷത്തോടുകൂടി ജനങ്ങൾ വരവേൽക്കുന്നു എന്നുള്ളത് ആ കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും. ഞാൻ അതിലെ കുറച്ച് കമൻറ്റൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ളത്. അതിനകത്തിൽ BJP ചാണകസംഖ്യകൾക്ക് നല്ലപോലെ കുരു പൊട്ടിയിട്ടുണ്ട്. ആ കമൻറ്റ് ബോക്സിൽ പലതും തെറി വിളിച്ചുകൊണ്ടും അല്ലെങ്കിൽ അത് തെറിയായിട്ട് അദ്ദേഹത്തിനെ പരാമർശിച്ചുകൊണ്ടൊക്കെ പല രീതിയിലുള്ള പ്രഹസനങ്ങളും നമ്മൾ അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പം ഞാൻ എന്തായാലും വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ കണ്ടുപോകാം. ആദ്യം RSS ബന്ധം അത്ര പെട്ടെന്ന് മുറിച്ചു കളയാൻ പറ്റുമോ സന്ദീപ്? എന്തുകൊണ്ട് മുറിച്ചു കളഞ്ഞൂടാ? ശങ്കർ സിംഗ് വഗേല മുറിച്ചു കളഞ്ഞിട്ടില്ലേ? ഞാൻ അത്രയൊന്നുമല്ലല്ലോ. ശങ്കർ സിംഗ് വഗേല അതിനു മുൻപ് ശങ്കർ സിംഗ് വഗേല പ്രചാരകനായിരുന്നു, അതറിയോ? എന്നൊരു കാര്യം നരേന്ദ്രമോദിയെ മാറ്റി നിർത്തി ഇലക്ഷൻ മത്സരിക്കാൻ പറ. വ്യക്തിയാണോ എനിക്കിപ്പോ രാജ്യത്തെ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത്. ആ അഭിപ്രായം എന്താണെന്നുള്ള അറിയാലോ. രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന, അതല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന, വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു ഭരണാധികാരിയും പോകരുത് എന്നുള്ളത് തന്നെയാണ് എന്റെ നിലപാട്. നരേന്ദ്രമോദി ഭിന്നത ഉണ്ടാക്കുന്ന ആളാണെന്നാണ് സ്വാഭാവികമായിട്ടും അത് തന്നെയാണല്ലോ പറഞ്ഞു. ഇനി എന്തിനാണ് ആവർത്തി ചോദിക്കേണ്ടത്? കണ്ടില്ലേ, അദ്ദേഹം പറഞ്ഞത് കണ്ടില്ലേ? നരേന്ദ്രമോദി ഭിന്നത ഉണ്ടാക്കുന്ന ആളാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, ഇതാണ് ഒരു ആണത്വം എന്ന് പറയുന്നത്. അല്ലേ, അദ്ദേഹത്തിന് ഈ പറയുന്ന രാജ്യം നോക്കുന്ന പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് കണ്ട കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ വന്നിട്ട് പറയുന്നത്. അല്ലാതെ ഒരു പാർട്ടിയുടെ വിദ്വേഷം ഉണ്ടായിട്ട് പറയുന്നതല്ല, സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി പ്രധാനമന്ത്രിയാണെങ്കിലും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ ആർക്കും സാധിക്കത്തില്ല. അത് സാധിക്കും, ചാണകം തിന്ന് ജീവിക്കുന്നവർക്ക് സാധിക്കും. അതേസമയം ചോറ് തിന്ന് ജീവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് അതിന് സാധിക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും കൊണ്ട് അവർക്ക് എന്താ പറയുക, 2000 രൂപ വെച്ചിട്ട് ബോണസായിട്ടോ അല്ലെങ്കിൽ 2000 രൂപ വെച്ചിട്ട് അവർ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്തത് കൊണ്ട് ചിലപ്പോൾ ചില ആളുകൾ പറയുമായിരിക്കും നരേന്ദ്രമോദി കീ ജയ്, മോദിജി കീ ജയ് എന്നൊക്കെ പറയും, പാർലേജി മോദിജി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം അദ്ദേഹം സന്ദീപ് വാര്യർ അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക്. അപ്പോൾ മാധ്യമങ്ങൾ വീണ്ടും കുത്തി ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്ത തെറ്റല്ലേ, എന്താണ്? അപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നുണ്ട് എന്താണ് തെറ്റ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ BJPയിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെ പറ്റി അവിടുന്ന് പുറത്തു വന്നതിന് ശേഷം, അത് കോൺഗ്രസ്സിലായതിനു ശേഷം അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. അതിന് മുൻപേ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. എല്ലാം മനസ്സിലാക്കിയപ്പോഴും അദ്ദേഹത്തിന് പ്രതികരിക്കാൻ സാധിക്കാഞ്ഞത് അദ്ദേഹം BJPയിലെ ഒരു പ്രതിനിധി ആയിരുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും കൊള്ളാം, BJPയുടെ ഒരു നിലപാട് എന്താണെന്നുള്ളത് അവിടെ നിന്ന് തന്നെ വന്നിട്ടുള്ള, അവരുടെ കൂടെ എല്ലാത്തിനും സഹകരിച്ചിട്ടുള്ള സന്ദീപ് വാര്യറിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ വീണ്ടും കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവുകയാണ് BJPയുടെ കൊള്ളരുതായ്മകൾ എന്താണെന്നും BJPയുടെ നിലപാട് എന്താണെന്നുള്ളത്. അപ്പം BJP ഇനി കേരളത്തിൽ വേണോ വേണ്ടോ എന്നുള്ളത് ജനങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് എമ്പുരാൻ വിഷയത്തിലാണ് BJPയെ പറ്റി കൂടുതലും ജനങ്ങൾക്ക് മനസ്സിലായത്. അതോടൊപ്പം തന്നെ വീണ്ടും ഉള്ള പല കാര്യങ്ങളിലും BJP തെളിയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വെറും കിഴങ്ങന്മാരാണ് BJPയിൽ ഉള്ളതെന്ന് തന്നെ.